Hi friends, welcome to Inline English Classroom. Dears, today I am with the 4th unit in 10th grade English Reader. Dears, today we are opening the 4th unit. നാലാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ നല്ല കയറാണ്. In this unit, in this class, you will get introduction to that unit, that I mean theme, sub-themes, all these things will be there and all other things will be there along with the answers to the assignment. Right? Okay, shall we move on? Yes, we have already discussed 3 units, haven't we? Yeah. What are they about? I think you remember, the first one was about nature, then films, and last third values. You remember this. Now we can move on to the next unit. Yes, do you have any goals in your life? Have you already achieved any of them? How can we achieve them? നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടോ? അതെങ്ങനെ നമുക്ക് നേടാൻ കഴിയുക? ഇപ്പൊ ഏതെങ്കിലും നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടോ? അങ്ങനെ ലക്ഷ്യം നേടൽ ഈസി ടു ഡു ഇറ്റ്, അങ്ങോട്ട് എളുപ്പമുള്ളൊരു പണിയാണ്. ഓക്കെ, പ്ലീസ് ലുക്ക് അറ്റ് ദ പിക്ചർ. you please study that picture carefully and you can interpret as you feel. നിങ്ങൾക്ക് തോന്നുന്ന മാതിരി നിങ്ങൾക്കത് വിശദീകരിക്കാം, മനസ്സിലാക്കാം. Right? What do you see in the picture? What idea does it convey? Is it about education or imagination or creativity or anything like that? That's up to you. നിങ്ങൾക്ക് തോന്നുന്ന മാതിരി അത് അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും, റെഡി അല്ലേ? അപ്പം നിങ്ങൾ ഫീൽ ചെയ്യുന്ന രീതി ഒരു ഡൈവേർജന്റ് ആയിട്ടൊന്ന് ചിന്തിച്ചിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. റെഡി അല്ലേ? ഓക്കെ. Can you guess the theme of the unit from the picture? What will be the theme of this unit? മനസ്സിൽ വെച്ചാണ് മനസ്സിലായാലും. Right? Okay, please read the excerpt given below. Please note the speaker and the context. Excerpt എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടെക്സ്റ്റ് എന്നുള്ളൊരു ഭാഗത്തിനാണ് നമ്മൾ എക്സേർട്ട് എന്ന് പറയട്ടെ. എക്സേർട്ട് എന്നാ പറയാം. വലിയൊരു ഭാഗത്തുനിന്ന് ഒരു ബുക്കിൽ നിന്നൊക്കെ എടുത്ത ചെറിയ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാ, excerpt എന്ന് പറയാം. Okay dears, now shall we see it? And you don't forget to note the speaker and the context. Right? Speakers and the context. Okay, now dears, first one is this one. You can read it. I do not come out of a literary tradition. I come from a tiny mining town in the rainforest in an island at the end of the world. My grandparents were illiterate, and I never expected to stand here before you in this grand hall in London as a writer, being so honored. നല്ലൊരു കോട്ടാണ്. ആര് പറഞ്ഞാണ് അറിയോ നിങ്ങള്? Who said this? It's a quote from this man. Do you know who is that? He is Richard Flanagan. He is the winner of Man Booker Prize for Fiction. Man Booker Prize കിട്ടിയ റിച്ചാർഡ് ഫ്ലാനഗന്റെ വാക്കുകളാണത്. ഒന്ന് വായിച്ചു നോക്കുന്നൂടി ഒന്ന്. I do not come out of a literary tradition. ഞാനൊരു സാഹിത്യ പാരമ്പര്യത്തിൽ വരുന്ന ആളല്ല. ഞാൻ എവിടുന്ന വരുന്നത്? I come from a tiny mining town in the rainforest in the island at the end of the world. ലോകത്തിന്റെ ഒരു അറ്റത്തുള്ള ഒരു ദ്വീപിൽ, അതായത് മഴക്കാടുകൾ നിറഞ്ഞ ഒരു ദ്വീപില്, അവിടെ എന്താ ഉള്ളത്? ഖനനം ചെയ്യുന്ന ചെറിയ ഒരു ടൗണിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ അത്ര അഡ്വാൻസ്ഡ് ആയി വളരെ മോഡേൺ ആയ ഒരു സ്ഥലത്തു നിന്നല്ല ഞാൻ വരുന്നത്. അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നമ്മൾ കൂടി ലോകത്തിന്റെ ഒരറ്റത്തുള്ള ഒരു ദ്വീപിലെ മഴക്കാടുകളിലുള്ള ഒരു പട്ടണത്തിൽ നിന്ന്, ഖനികൾ കൂടുതലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ അല്ല? And my grandparents were illiterate.
അദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛന് അങ്ങനത്തെ ആളുകളൊക്കെ വല്യച്ഛന്മാരും മുത്തച്ഛന്മാരും ഒക്കെ ഇലിറ്ററേറ്റ് നമുക്കറിയാം നിരക്ഷരരെന്നാണ്. And I never expected to stand here before you in this grand hall in London as a writer being so honored. അപ്പോൾ എപ്പോഴായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഈ അവാർഡ് കിട്ടിയ ഉടനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. റെഡി അല്ലേ? ഇങ്ങനെ ആദരിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ മഹത്തായ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിലൊക്കെ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം മഹാനാണ്, പക്ഷെ അദ്ദേഹം മഹാനായതിന്റെ മാനദണ്ഡം എന്താണ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൊക്കെ മനസ്സിൽ കൊണ്ടുണ്ടോ? റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കോട്ട്. ദിസ് മൊമെന്റ് ഈസ് സോ മച്ച് ബിഗർ ദാൻ മീ. ശ്രദ്ധിക്കേണ്ട വരിക കേട്ടോ. ദിസ് ഈസ് ഫോർ എവറി നെയിംലെസ് ഫേസ്ലെസ് വുമൺ ഓഫ് കളർ that now has a chance because this door has opened. ശ്രദ്ധിക്കണം നല്ല. അതിന്റെ അർത്ഥം ആലോചിച്ച് നോക്കിയാലോ. ദി മൊമെന്റ് ഈസ് സോ മച്ച് ബിഗർ ദാൻ മീ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കാനും മാത്രം വലിയ ആളല്ല എന്നതാണ് എന്റെ യഥാർത്ഥ ആശയം. ഈ നിമിഷം എന്നെക്കാളും വലുതാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കാനും മാത്രം വലിയ ആളല്ല. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു വിനയം എന്ന് പറഞ്ഞാല്, പൊളൈറ്റ്നെസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാത് വളരെ മെച്ചേർഡായ പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമാണ്. നമുക്കതറിയാം. റെഡി അല്ലേ? എന്നിട്ട് അവർ പറയാണ് ദിസ് ഈസ് ഫോർ എവറി നെയിംലെസ് ഫേസ്ലെസ് വുമൺ. ശ്രദ്ധിക്കണേ, ഇത് പേരില്ലാത്ത മുഖമില്ലാത്ത വുമൺ ഓഫ് കളർ, അതൊരു പ്രയോഗമാണ്. പേഴ്സൺ ഓഫ് കളർ എന്ന് പറഞ്ഞാൽ നോട്ട് വൈറ്റ് എന്ന അർത്ഥം. വെളുത്തതല്ലാത്ത ആളുകളെ പറ്റി പറയുന്ന പ്രയോഗമാണ് മാൻ ഓഫ് കളർ ഓർ പേഴ്സൺ ഓഫ് കളർ എന്ന് പറഞ്ഞാൽ ഇവിടെ കറുത്ത വർഗക്കാരായ നമുക്കറിയാം ഒരു അവസ്ഥക്ക് നമ്മൾ മുമ്പ് കുറെ ചർച്ച ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. That now has a chance because this door has opened. അപ്പൊ ഇതിന് മനസ്സിലാക്കേണ്ടത് എല്ലാ മുഖമില്ലാത്ത, ഒരു അഡ്രസ് ഇല്ലാത്ത, അറിയപ്പെടാത്ത എല്ലാ കറുത്ത വർഗക്കാരായ സ്ത്രീകൾക്ക് പോലും ഒരു അവസരമായി എന്നാണ്. എന്താ കാരണം? ഈ വാതിൽ തുറക്കപ്പെട്ടു. അതെന്തുകൊണ്ട് ആരാ പറഞ്ഞൊക്കെ മനസ്സിലൊന്നുകൂടി ക്ലിയർ ആവട്ടോ. പറയുന്നത് ഇവരാണ്. Who is this? This is Halle Berry. ആരാ Halle Berry? Winner of Oscar Award for the Best Actress. ബെസ്റ്റ് ആക്ട്രസിന് ഓസ്കാർ അവാർഡ് കിട്ടിയ നടിയാണ്. അവർ ആദ്യമായിട്ട് അത് കിട്ടുന്ന ഒരു കറുത്ത വർഗക്കാരിയാണ്. അതുകൊണ്ടാണ് ഈ തരത്തിൽ അവർ പറയുന്നുണ്ട്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങള്. മറ്റത് വളരെ റിച്ചാർഡ് ഫ്ലനഗൻ എന്ന് പറയുന്നത് വളരെ നിരക്ഷരായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളരെ അത്രത്തോളം അഡ്വാൻസ് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്ന് അദ്ദേഹം വളരെ ഉയരത്തിലെത്തി. ഇവര് കറുപ്പ് വെളുപ്പ് എന്നത് മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡമല്ല, ഇതൊന്നും സംശയമില്ല. ഒരാളുടെ ജന്മം, ഒരാളെ കളറൊന്നുമല്ല ഒരാളെ മഹത്വം ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും വിശ്വാസങ്ങളും പ്രവൃത്തികളും ഒക്കെയാണ്. അത് നമുക്കറിയാം, കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ പറയുന്നത് അങ്ങനെ പരിഗണിക്കപ്പെട്ടിരുന്ന സമൂഹത്തിൽ വളർന്നിട്ട് അവർ ഉന്നതിയിലെത്തി. അതാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ നോക്കൂ. ടു ബി ട്രസ്റ്റഡ് ഈസ് ആൻ ഇനോബ്ലിംഗ് എക്സ്പീരിയൻസ്. മറ്റുള്ളവരാൽ വിശ്വസിക്കപ്പെടുക എന്നുള്ളത് വളരെ മഹത്വം നൽകുന്ന ഒരു അനുഭവമാണ്. നമുക്കറിയാം, മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നത് നമുക്കൊരു സന്തോഷമാണ്. മറ്റുള്ളവർക്ക് നിന്ന് അംഗീകാരം കിട്ടുക എന്നത് വലിയൊരു കാര്യമാണ്. അത് നല്ല രീതിയിൽ കിട്ടുമ്പോൾ റെഡിയല്ലേ. ദ പോയട്രി ഈസ് എ പിയർലെസ് പ്രൊഫിഷ്യൻസി ഓഫ് ദ ഇമാജിനേഷൻ. എന്താണ് പോയട്രി എന്ന് പറഞ്ഞാൽ? പിയർലെസ്, അൺപാരൽഡ് എന്നൊക്കെയാണ് പിയർലെസിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത, പ്രൊഫിഷ്യൻസി സ്കിൽ എന്നൊക്കെ അർത്ഥമുള്ളൂ. ഭാവനയുടെ തുല്യതയില്ലാത്ത ഒരു കഴിവാണ് പോയട്രി എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കണേ. ഐ പ്രൈസ് ഇറ്റ്. ഞാൻ അതിനെ പുകഴ്ത്തു. നമുക്കറിയാം. ബട്ട് ഐ മൈസെൽഫ് ആൻ ഒബ്സർവർ. ഇപ്പോഴും ഞാൻ നിരീക്ഷകനാണ്. അത് പറയുന്നത് ആരാറിയാം എനിക്ക്? ആരാ പറയുന്നത്? മറിയാൻ മൂർ ആണ് പറയുന്നത്. ആരാ മറിയാൻ മൂർ? ആരാ വരുന്നുണ്ട്? അവരാണ് മറിയാൻ മൂർ. ആരാണ് മറിയാൻ മൂർ? വിനർ ഓഫ് പോയട്രി അവാർഡ് കിട്ടിയ ആളാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ, നൗ ദ ലാസ്റ്റ് കോട്ട് ഈസ് for a true writer each book should be a new beginning where he tries again for something that is beyond attainment. മനസ്സിലായിട്ടുണ്ടാവട്ടെ, പെട്ടെന്ന് പറയുന്നത് ഒരുപാട് നീണ്ടുപോകുന്നത് കൊണ്ടാണ്. ഒരാൾക്ക് നേടാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതിനുള്ളൊരു പുതിയ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ എഴുത്തുകാരൻ ഓരോ പുസ്തകങ്ങളും ഓരോ ബുക്കും. He should always try for something that has never been done. ഒരിക്കലും ചെയ്യപ്പെടാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവുക. Or that others have tried and failed. അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? പരാജയപ്പെട്ടിട്ടുണ്ടാവും. Then sometimes with great luck he will succeed. ചിലപ്പം ഭാഗ്യം കൊണ്ട് അവരെന്ത് ചെയ്യും? വിജയിക്കും. മക്കൾ നല്ലോണം ശ്രദ്ധിക്കുന്നത്, പറയുന്ന ആളൊക്കെ ശ്രദ്ധിക്കുന്നത് പരിചയമുണ്ട്. അതാരാള്?
ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ നിങ്ങൾക്കറിയാം, അദ്ദേഹം നൊബൽ പ്രൈസ് കിട്ടിയ ആളാണ്. സാഹിത്യത്തിന് നൊബൽ പ്രൈസ് കിട്ടിയ ആളായി പറയുന്നത് ഓരോന്നും. പിന്നെ പുതിയൊരു തുടക്കാണ്. ഒരുപാട് അനുഭവം കൊണ്ട് സാഹിത്യം ഉണ്ടാവില്ല ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഞങ്ങൾക്കത് അറിയായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോ we have seen 4 quotes. ഇനി നല്ല ആലോചിക്കണം. Guess the context in which these words were spoken. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അംഗീകാരം കിട്ടിയ സമയത്ത്, അവാർഡ് സമയത്ത് വ്യത്യസ്തമായ അത്രയും കാര്യങ്ങൾ അവസരത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് അറിയും. ആ സ്പീക്കേഴ്സ് നമ്മൾ കണ്ടതാണ്, ഇപ്പൊ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വാട്ട് ആർ ദ പോപ്പുലർ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് യു ആർ ഫെമിലിയർ വിത്ത്? നിങ്ങൾക്ക് പരിചയമുള്ള അവാർഡ് കൊണ്ടൊക്കെ ഏതാണ് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? റൈറ്റ്, കുറച്ച് കൊണ്ടുവരണേ. നൗ ലെറ്റ് us see some of the Nobel Prize, Oscar Award, the Man Booker Prize, പത്മഭൂഷൺ ഇന്ത്യയിലെ നമ്മുടെ നാട്ടിലുള്ളതാണ്. പത്മഭൂഷൺ അവാർഡ്, പത്മശ്രീ കുറച്ച് നമ്മൾ എഴുതിയത് ഈ കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക്. ഓക്കെ ഡിയേഴ്സ്, നൗ name the eminent personalities of your country who have won such international awards. Some eminent personalities of our country, India. ആരൊക്കെ? കുറെ ആളുകൾ നമുക്കിപ്പോ നൊബൽ കിട്ടിയ ആളുകൾ നമുക്കറിയാം. അമർത്യാസെന്നെ പോലെ, അതുപോലെ തന്നെ ടാഗോറിനെ പോലുള്ള ആളുകൾ നമുക്കറിയാം. അതുപോലെ പണ്ട് ഓസ്കാർ കിട്ടിയ ആളുകൾ അറിയാം. ഞാൻ പറയണ്ട സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയാം, ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയാം. റൈറ്റ്. ഇനി ഹൗ ഡസ് യുവർ സ്കൂൾ ഓണർ അച്ചീവേഴ്സ് അമംഗ് സ്റ്റുഡൻസ്? കുട്ടികൾ നല്ല ഒരു നാട്ടുണ്ടാക്കുന്ന ആളുകൾ എങ്ങനെയാണ് സ്കൂൾ എങ്ങനെ ആദരിക്കുക? വ്യത്യസ്ത സ്ഥലങ്ങളെ സംടൈംസ് സ്കൂൾ മേ ഗീവ് ദം സം ട്രോഫീസ് or some presents or sometimes we will upload for them. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. കറക്റ്റ് ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർ അഭിനന്ദിക്കുക. ഇതൊക്കെ ഒരു പ്രത്യേക ആശയത്തിൽ എത്താനാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആശയത്തിൽ ഇങ്ങനെ മനസ്സിലോട്ട് ചിന്തകൾ കടന്നു പോയാൽ മതി. വാട്ട് മൈറ്റ് ഹാവ് ഹെൽപ്ഡ് ദ വിന്നേഴ്സ് അച്ചീവ് ദ റെക്കഗ്നിഷൻ? അത് വളരെ പ്രധാനം. ഈ ആളുകളൊക്കെ ഇങ്ങനെ ഒരു അംഗീകാരത്തിൽ എത്തിപ്പെടാൻ, വിജയിച്ച ആളുകളൊക്കെ അങ്ങനെ എത്തിപ്പെട്ടത് എങ്ങനെ ആയിരിക്കാം? അത് വളരെ പ്രധാനം. എങ്ങനെയായിരിക്കും അവർ എത്തിപ്പെട്ടുണ്ടാവുക? അങ്ങനത്തെ ആളുകൾക്കൊക്കെ ചില ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഉണ്ടാവും. ആ ഗുണമുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, രക്ഷപ്പെടുള്ളൂ. അവര് എങ്ങനെയായാലും, അതായത് അവര് സ്ഥലവും നാടോ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്റിഗാർഡിങ് ദർ പ്ലേസ്, ദർ നേഷൻ ഓർ ദർ ലൊക്കാലിറ്റി ഓർ എനിത്തിങ്, എന്തും നമ്മൾ പരിഗണിക്കാതെ ഈ ഗുണം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. എന്താ സാധനം അത്? ദാറ്റ് ഈസ് സെൽഫ് എസ്റ്റീം. ശ്രദ്ധിക്കണം കേട്ടോ, സെൽഫ് എസ്റ്റീം. ദാറ്റ് ഈസ് ദ മെയിൻ തീം ഓഫ് ദിസ് യൂണിറ്റ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് പ്രൈഡ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അഹന്തയല്ല, നമുക്ക് നമ്മളെ വിശ്വാസമുള്ള, നമ്മൾ സ്ട്രെങ്ത്തും നമ്മൾ വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്ട്രെങ്ത്തിനനുസരിച്ച് അത് ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആ ഒരു അവസ്ഥയാണ് ഇത് സെൽഫ് എസ്റ്റീം. നമുക്ക് നമ്മളോടൊരു ബഹുമാനം ഉണ്ടാവും. നമുക്ക് സ്വന്തം ബഹുമാനം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ. നമ്മൾ സ്വന്തം നിന്ദയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? നമ്മൾ നിന്ദിക്കും. മറ്റുള്ള ഒരാൾ നിന്ദിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അത് ആരായാലും പിന്നെ ദാറ്റ് ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ഹാവ് സെൽഫ് എസ്റ്റീം എന്നതിന്റെ അർത്ഥം. ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്നത് നമുക്ക് നമ്മളോട് ബഹുമാനമുള്ളത് കൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കണം, സെൽഫ് എസ്റ്റീം വളരെ പ്രധാനമാണ്. അതാണ് ഇതിന്റെ പ്രധാന തീം. ക്ലിയർ ഡിയേഴ്സ്? നൗ വാട്ട്സ് ദി ടൈറ്റിൽ ഓഫ് ദി യൂണിറ്റ്? ദാറ്റ് ഈസ് ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി. ടൈറ്റിൽ എന്താണ്? ഫ്ലൈറ്റ് ഓഫ് ഫാൻസി എന്നാണ്. ഫ്ലൈറ്റിന് നേരെ വാക്കർത്ഥം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദി ആക്ട് ഓഫ് ഫ്ലൈങ്, പറക്കൽ എന്നാണ്. ഫാൻസിന്റെ അർത്ഥം ഇമാജിനേഷൻ എന്നാണ്. അങ്ങനെ എടുത്താൽ ഭാവനയുടെ പറക്കൽ എന്നൊക്കെ അർത്ഥം വരും. പക്ഷെ ഇങ്ങനെ ഫ്ലൈറ്റ് ഓഫ് ഫാൻസി എന്ന് പറഞ്ഞിട്ടൊരു ഇടിയുണ്ട്, ഇടിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആൻ ഇമാജിനേറ്റീവ് ബട്ട് അൺറിയലിസ്റ്റിക് ഐഡിയ എന്നതിനർത്ഥമുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അതായത് വളരെ ഭാവനാപരമായ എന്നാൽ പ്രാക്ടിക്കൽ അല്ലാത്ത ആശയങ്ങളെ നമ്മൾ എന്ത് പറയും? എ ഫ്ലൈറ്റ് ഓഫ് ഫാൻസി എന്ന് പറയും. വാക്കുകളർത്ഥം കിട്ടിയല്ല. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പറക്കലാണ്, ഫാൻസി എന്ന് പറഞ്ഞാൽ ഭാവനയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ഡിയേഴ്സ്, നൗ യു സീ, you know, main theme is self-esteem. We have discussed that one. We have mentioned it. നമ്മൾ പറഞ്ഞു. Do you know what are going to be discussed in this unit? What we are going to discuss in this unit? എന്തൊക്കെയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക? See, sub themes ഏതൊക്കെ നോക്കണേ. Value of recognition earned without losing self-esteem. നമ്മൾ സ്വയം അവമതിക്കപ്പെടാതെ നമുക്ക് കിട്ടുന്ന അംഗീകാരം, അതിന്റെ മൂല്യം വളരെ പ്രധാനമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്നതല്ല, മാന്യമാരീതി കിട്ടുന്നത്. വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിന്റെ വില നമുക്കറിയുന്നതാണ്.
ഡേഞ്ചർ ഓഫ് എക്സ്ട്രാവാഗൻസ്, അത് നമുക്ക് ഒരു പാടത്ത് വരുന്നുണ്ട്, ആ പാഠത്തിന്റെ ധാരാളിത്തത്തിന്റെ പ്രശ്നങ്ങൾ. നീഡ് ഓഫ് ഫൈറ്റിംഗ് ഫോർ അവർ റൈറ്റ്സ്, അതൊക്കെ പ്രധാനമാണ്, അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതേണ്ടതിന്റെ പ്രാധാന്യമാണ്. നോളജ് ആൻഡ് ഇൻസൈറ്റ് ഓഫ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, മനസ്സിലായിട്ടുണ്ട്. ഉൾക്കാഴ്ച ഇൻസൈറ്റ് എന്ന് പറയുക അറിയാലോ. ഓക്കെ ഡിയസ്, അപ്പൊ നമുക്ക് തീം കിട്ടി, മെയിൻ തീം കിട്ടി. ഇനി നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ചിത്രങ്ങളൊക്കെ വെച്ച് വളരെ കൃത്യമായ ഒരു ധാരണ നമുക്ക് കിട്ടും. ഓക്കെ, shall we move on? Ds, let us see the lessons in the unit. Close lessons. The Scholarship Jacket, written by Martha Salinas, that's a short story. The Never Never Nest, Cedric Mount, that's a one-act play. Poem, poetry, Pablo Neruda. ഈ 3 ലിറ്റററി പീസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. Okay, this now shall we see a writer? Who is this? You know, this is Martha Salinas. There is some information or some piece of information here. You can read it. It's simple, right? Yeah. And let us see it in detail when you do the profile. Professor Satyendra ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാനാണ്. Now you may read it. Okay. Now, yes, children, our narrator had a dream. നമ്മളെ മാർത്ത സലീനാസിന് വലിയ ഡ്രീം ഉണ്ടായിരുന്നു. Do you know what that was? എന്തായിരുന്നു ആ ഡ്രീം എന്ന് അറിയുന്നത് നിങ്ങൾക്ക്? That is, can you guess it? Please see the picture. You see the picture? See? She is dreaming, or there is something, right? Have you got it? She wanted to get a jacket. എന്താ ഡ്രീം? അവർക്ക് എന്ത് കിട്ടേണ്ടിയിരുന്നു? ഒരു ജാക്കറ്റ് കിട്ടേണ്ടിയിട്ടുള്ള ആ ഡ്രീം അറിയാലോ. Do you know what was special with that jacket? എന്താണ് ആ ജാക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? See, that is what we are going to discuss. All these things are being discussed in this story, short story, that is The Scholarship Jacket by Martha Salinas. CDS, it was an award. A jacket award ആണ്. An award is a mark of recognition given in honor of one's excellence in certain field. ശരിയല്ലേ? അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചില പ്രത്യേക മേഖലകളിലുള്ള മികവിന് അംഗീകരിച്ചുകൊണ്ട് കൊടുക്കുന്ന, ആദരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, നമുക്കത് അറിയാം. Do you dream of getting such awards? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടുന്നതായിട്ടൊക്കെ? What stands in the way of your dreams? അതിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Right? Here in this story, the narrator speaks about the obstacles she had encountered to make her dream come true. Clear ആണല്ലോ മക്കളെ? ഇതിൽ നമ്മൾ എന്താ മാർത്ത സലീനാസ് നമുക്ക് പറഞ്ഞിരുന്നത്? അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ തടസ്സങ്ങളാണ്. റെഡിയല്ലേ? നമ്മൾ ചർച്ച ചെയ്യണം. ഓക്കെ, നമുക്ക് കാണാം. അതൊക്കെ നല്ല രസകരമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. റൈറ്റ്? ദിസ് ഈസ് എ സ്റ്റോറി ഇൻ എ വേ, സംഭവ കഥ പോലെയാണ്. റൈറ്റ്? Okay, shall we read it? കൂടെ വായിക്കണേ. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. The scholarship jacket had a big gold yes on the left front side and your name written in gold letters on the pocket. My oldest sister Rosie had won the jacket a few years back, and I fully expected to also. I was 14 and in the 8th grade. I had been a straight A student since the first grade, and this last year had looked forward very much to owning that jacket. My father was a farm laborer who couldn't earn enough money to feed 8 children. So when I was 6, I was given to my grandparents to raise. We couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. So even though our family was quite agile and athletic, there would never be a school sports jacket for us. This one, the scholarship jacket, was our only chance. In May, close to graduation, spring fever had struck as usual with vengeance.
No one paid any attention in class. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. I despaired every time I looked in the mirror. Pencil thin, not a curve anywhere. I was called Beanpole and String Bean, and I knew that is what I looked like. That really was too much for a 14-year-old to work with, I thought, as I absent-mindedly wandered from my history class to the gym. Another hour of sitting in basketball and displaying my toothpick legs was coming up. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. I had to walk all the way back and get them. Coach Thompson was a real buyer if someone wasn't dressed for PE. She had said I was a good forward and even tried to talk Grandma into letting me join the team once. Of course, Grandma said no. സാധാരണ വെച്ച് കൂടെ അങ്ങനെ വായിക്കാനാണ്. എല്ലാവരും വായിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കി വായിച്ചിട്ടുണ്ടോ? Okay, dears. Now you see you have got some idea something. Which was the school? What was the school's name? That is Small Texas School, you know. What was special with the school? You know, a scholarship jacket was given to the valedictorian in 8th grade every year, right? How did the scholarship jacket look like? എങ്ങനെയാണ് scholarship jacket നമ്മൾ കണ്ടു? What is color, you know, and what is written there, and there is yes, you know, all those things നമുക്കതറിയാം. Why did Martha expect to win the jacket this year? കൊല്ലം കിട്ടുന്നവർ പറയാനുള്ള കാരണം എന്താണ്? You know, she was 14, she was in 8th standard, she was a straight A student, you know that, and moreover her sister had won it, right? Why was Martha given to her grandparents when she was 6? You know, her father's parents were very poor, they couldn't feed their children, that's why she was given to her grandparents when she was 6. Why did she have to walk all the way back to her classroom instead of going directly to the gym? She forgot her PE dress, you know. What kind of a person was Coach Thompson? He was, coach was, what was special with him or with that coach? Her coach was just like a bear. Bear here it means only a rude or unmannerly person. That will do. അത്രേ ആവശ്യമുള്ളൂ. വളരെ പരിശനായ ഒരാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. Okay, yes. Now see, let us know more about the story. Of course, Grandma said no എന്ന് അവർ പറയുന്നുണ്ട്. അത് ആ ഒരൊറ്റ വർത്തമാനത്തിൽ നിന്ന് അവരുടെ ആ സാമൂഹ്യ ചുറ്റുപാടും അവരുടെ സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? We can read the paragraphs again silently, not the important words. Okay, dears? Now read on. Right, now let us try to answer the scaffolding questions. നമ്മുടെ ടെക്സ്റ്റിലെ ചോദ്യങ്ങളാണ്. നോക്കണേ. What was the tradition followed in the Small Texas School? അറിയാലോ, ചോദ്യം ക്ലിയർ ആണല്ലോ. ഉത്തരം എഴുതി നോക്കണം, ബുക്ക് എടുത്ത് എഴുതി നോക്കണേ. നിങ്ങൾ മുമ്പ് പുസ്തകം ടെസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ. What do you think the letter S on jacket represent? എന്താണ് S കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാലോ. This one, the scholarship jacket was our only chance. Why does Martha say? എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് മാത്രം ഞങ്ങൾക്ക് ആകെ അവസരം എന്ന് പറയാൻ കാരണം? How does Martha describe herself? എങ്ങനെയാണ് മാർത്ത അവൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വിവരിക്കുന്നത്. റൈറ്റ്, എഴുതി നോക്കണേ, പോസ് ചെയ്ത് എഴുതണേ. Now let us see the first answer. The example answer ആണ് വേറെ രീതിയിലാവാം, കാര്യം ഉണ്ടാവുന്നുള്ളതേ ഉള്ളൂ. The tradition that was followed in the Small Texas School was that a beautiful gold and green jacket was awarded to the class valedictorian every year. സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ്, എല്ലാ കൊല്ലം 8ാം ക്ലാസ്സിലെ ടോപ്പർക്ക് എന്ത് ചെയ്യുമായിരുന്നു? 8ാം ക്ലാസ് ടോപ്പറായ പോലെ 1 മുതൽ 8 വരെ പിന്നെ എ ഗ്രേഡ് കിട്ടണം. അങ്ങനത്തെ ഒരാൾക്ക് വളരെ ഭംഗിയുള്ള സ്വർണത്തിന്റെ അതുപോലെ തന്നെ സ്വർണ്ണ അതുപോലെ തന്നെ പച്ച നിറമുള്ള ജാക്കറ്റ് കൊടുക്കുമായിരുന്നു. അറിയാലോ. What do you think
the letter S on jacket represent എന്തായിരിക്കും? അതിൽ ആ S എന്ന് കാണിക്കുന്ന എന്തായിരിക്കും? That stands for scholar, right? Next one, scholar എന്ന് പറഞ്ഞാൽ പണ്ഡിതനാണ്. നമുക്കറിയാം സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം എന്നാണ്. അവാർഡിൽ നമ്മൾ എന്ത് പറയും? സ്കോളർഷിപ്പുകൾ അംഗീകാരമായി കൊടുക്കുന്നതിനും പറയാറുണ്ട്. റെഡി അല്ലേ? Okay, this one, the scholarship jacket was our only chance. Why does Martha say so? Martha could never participate in sports because she could not afford registration fees, uniform cost and trip out of town. ഈ 3 കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് കേട്ടോ. 3 കാര്യം കൊണ്ട് അവർക്ക് മറ്റുള്ള സ്പോർട്സിൽ പങ്കെടുക്കാൻ പറ്റാവുന്നത്. Although her family was agile and athletic, they had no sports jacket. അതുകൊണ്ട് അവർ കുടുംബം വളരെ കായികക്ഷമതയുള്ളവരായിരുന്നു, അതുപോലെ തന്നെ ഉഷാറുള്ള ആളുകളായിരുന്നു, ചുരുട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇത് പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് so she thought the scholarship jacket was her only chance. Clear, yes? How does Martha describe herself? എങ്ങനെ അവളെ പറ്റി പറയുന്നത്? Martha describes herself as a pencil thin figure. അറിയാലോ, വളരെ മെലിഞ്ഞ ആളായിട്ടാണ്. She was called bean pole and string bean. അവളെ കുട്ടികൾ എന്താ വിളിക്കല്? ബാക്കിയുള്ള ആൾക്കാര് bean pole എന്ന് വിളിക്കും, അല്ലെങ്കിൽ string bean എന്ന് വിളിക്കും. Because of her lean look, മെലിഞ്ഞ രൂപമായതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? Okay, now let us discuss the paragraphs in detail. മക്കളെ നോക്കണേ, ശ്രദ്ധിക്കണം, എല്ലാ കാര്യം മനസ്സിലാവണേ. See, the words tradition means പാരമ്പര്യം, അതുപോലെ ആചാരം, സമ്പ്രദായം എന്നൊക്കെ ട്രഡിഷൻ എന്ന് പറയും. ഇംഗ്ലീഷ് മീനിങ് ഇസ് ദ. carry out എന്ന് പറഞ്ഞാൽ എന്താ? നടപ്പിലാക്കുക, ചെയ്യുക എന്നതിന് അർത്ഥമുള്ളൂ. straight മീൻസ് സക്സസീവ്, തുടർച്ചയായി ഒരു ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിനാണ് ഇവിടെ സ്ട്രൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ഡിയസ്, ശ്രദ്ധിക്കണം കേട്ടോ. Where did Martha Salinas or Martha study? എവിടെ അവൾ പഠിച്ചിരുന്നത്? എവിടെയാണ്? In the small school. What was the tradition there? The tradition was to give a beautiful gold and green jacket to the class 8th grade valedictorian. അതായത് ശ്രദ്ധിക്കണേ, എന്താണ് പ്രത്യേകത? അവിടെ സമ്പ്രദായം എന്താണ്? സ്മോൾ ടെക്സാസ് സ്കൂളിൽ എല്ലാ കൊല്ലും 8ാം ക്ലാസ്സിൽ ഗ്രാജുവേഷന്റെ സമയത്ത് ആ ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലാണ്, ആ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന അയാളെ നമ്മൾ എന്തെന്ന് പറയാം? വാലഡിക്ടോറിയൻ എന്ന് പറയാം. അയാൾ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹത്തിന് ആ കുട്ടിക്ക് എന്ത് ചെയ്യുമായിരുന്നു? വളരെ സുന്ദരമായ സ്വർണ്ണ പച്ച നിറത്തിലുള്ള ജാക്കറ്റ് എന്ത് ചെയ്യുമായിരുന്നു? കൊടുക്കുമായിരുന്നു. ക്ലിയർ അല്ലേ? വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എ സ്റ്റുഡന്റ് ഹു ഹാഡ് മെയിൻറ്റെയിൻഡ് the highest grades for 8 years. നല്ല സിസ്റ്റം കേട്ടോ. ഒരു കൊല്ലം പഠിച്ചാൽ പോലെ 8 കൊല്ലം പഠിച്ചിട്ട് ഉണ്ടെങ്കിലാണ് അവരത് കൊടുക്കുക. നല്ലൊരു സിസ്റ്റമാണ്, അറിയാലോ. Now scholarship jacket had a how did that jacket look like? എങ്ങനെയാണ് എങ്ങനെയാണ് ജാക്കറ്റ് രൂപം എന്തായിരുന്നു? ശ്രദ്ധിക്കണേ, ജാക്കറ്റ് had a big gold ears on the left front side. മുൻഭാഗത്ത് ഇടത് ഭാഗത്ത് അതേമാതിരി യെസ് എന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് സ്കോളാർ എന്നതിന്റെ ചിഹ്നമാണെന്ന് പറഞ്ഞു. ആൻഡ് ദ വിനേഴ്സ് നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. അതിന്റെ പോക്കറ്റിൽ കിട്ടുന്ന ആളുടെ പേര് എഴുതുമായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ സി വി ക്യാൻ മൂവ് ഓൺ. വാട്ട്സ് ദ നെയിം ഓഫ് മാർത്താസ് സിസ്റ്റർ? റോസി. ഡിഡ് ഷീ വിൻ ഇറ്റ്? അവർക്കത് കിട്ടിയിരുന്നു. യാ, ഷീ ഹാഡ് വൺ ദ ജാക്കറ്റ് a few years back, you know that. And why did Martha expect it? എന്തുകൊണ്ടാണ് മാർത്ത അത് പ്രതീക്ഷിക്കാൻ കാരണം എന്താ? Because Rosie had won it. Moreover, she was 14. അവർക്ക് ഇപ്പൊ എത്ര വയസ്സായി? മാർത്ത 14 വയസ്സായി. ആൻഡ് 8th സ്റ്റാൻഡേർഡ്. മാത്രമല്ല, ഈ അമേരിക്കയിലെ മറ്റു പ്രത്യേക ലെവലിന് മുമ്പുള്ള ക്ലാസ്സുകൾ ഗ്രേഡ് എന്നാണ് ഇപ്പൊ പറയാം. അതുകൊണ്ട് അവിടെ ഗ്രേഡ് എന്ന് പറയാൻ കാരണം റെഡിയല്ലേ? ശ്രദ്ധിക്കണം. ആൻഡ് ദെൻ she had been a straight A student since first grade. 1ാം ക്ലാസ് മുതലേ അവൾ എന്ത് ചെയ്യുന്നുണ്ട്? എ ഗ്രേഡ് നിലനിർത്തി പോരുന്നുണ്ട്. അറിയാലോ, മുറിയാതെ സ്ട്രൈറ്റ് നേരത്തെ അർത്ഥം പറഞ്ഞു. ദിസ് ലാസ്റ്റ് ഇയർ ഹാഡ് ലുക്ക്ഡ് ഫോർവേഡ് വെരി മച്ച് ടു ഓണിങ് ദാറ്റ് ജാക്കറ്റ്. ഈ കൊല്ലം ആ ജാക്കറ്റ് കിട്ടുന്നതിൽ പ്രതീക്ഷയോടുകൂടി കാത്തിക്കുക അവർ ചെയ്യുന്നത്. റെഡി അല്ലേ? ആൻഡ് വാട്ട് വാസ് ഹി ഡൂയിങ്? എന്തായിരുന്നു പണി? എന്തായിരുന്നു അവരുടെ അച്ഛന്റെ? ദാറ്റ് വാസ് എ ഫാം ലേബറർ. അറിയാലോ, കർഷക തൊഴിലാളിയാണ്, നമുക്കറിയാം. And how many children did he have? എത്ര കുട്ടികളുണ്ടായിരുന്നു? 8 children were there, and he couldn't feed them. He couldn't earn as much money to feed 8 children. ഇത്രയും കുട്ടികളെ പിന്നെ വളർത്താൻ ഭക്ഷണം കൊടുക്കാൻ കഴിവ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് what did he do?
he gave Martha to her grandparents. To raise, വളർത്താൻ വേണ്ടി ആരെ ഏൽപ്പിച്ചു? മാർത്തന്റെ മുത്തച്ഛനെ ഏൽപ്പിച്ചു. At that time, how old was she? എത്ര വയസ്സുണ്ടായിരുന്നു? അപ്പോ 6 വയസ്സായിരുന്നു. Ready dears? Now let us see verse C. Agile means ചുറുചുറുക്കുള്ള എന്നൊക്കെയാണ് ഇംഗ്ലീഷ് മീനിങ് കൂടെ ഉണ്ട്. സ്പ്രിംഗ് ഫീവർ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഫെൽറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഓൺസെറ്റ് ഓഫ് സ്പ്രിംഗ്. സ്പ്രിംഗ് വസന്തം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരു ഉത്സാഹമോ അല്ലെങ്കിൽ ഒരു വൈകാരികമായ ഒരു പ്രക്ഷുബ്ധാവസ്ഥയൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സ്പ്രിംഗ് ഫീവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് എ വെഞ്ചൻസ് എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായി എന്നാണ്. ഡിസ്പയർ നിരാശയാണ്, നിരാശപ്പെടുക എന്നാണ് വേർബ് ആവുമ്പോൾ. ബീൻ പോൾ എന്ന് പറഞ്ഞ നേരെ അർത്ഥം എസ്റ്റിക് ഫോർ സപ്പോർട്ടിങ് ബീൻസ് പ്ലാന്റ് ആണ്. ബീൻസ് ചെടികൾ വളയാറൊക്കെ കൊടുക്കുന്ന തറി കുത്താണ് ബീൻ പോൾ. അതിന്റെ സ്ലാങ്ങിലെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, കൊളോക്കിലെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ എ ടോൾ തീൻ പേഴ്സൺ, അങ്ങനെ നമ്മൾ പറയും. തടി ഇല്ലാത്ത മെലിഞ്ഞ ഉയരമുള്ള ഒരാൾ നമ്മളെന്ത് പറയും? എ ടോൾ തിൻ പേഴ്സൺ, നീളമുള്ള തടിയില്ലാത്ത ഒരാൾ നമ്മൾ ബീൻ പോൾ പറയും. നേരെ അർത്ഥം തറി എന്നാണ്. തറി മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്ക്, അതായത് ബീൻ ചെടി മറിയാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന കുത്ത്. സ്ട്രിംഗ് ബീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് എനി ഓഫ് വേരിയസ് ബീൻസ് ഈറ്റൺ ഇൻ ദ ഫൈബർ സ്പോട്സ്, എസ്പെഷ്യലി റണ്ണർ ബീൻസ് ഓർ ഫ്രഞ്ച് ബീൻസ്. അതാണ് യഥാർത്ഥ ബീൻസ്, നമുക്കറിയാം ബീൻസ് ആണ് യഥാർത്ഥത്തില്. പക്ഷെ അത് പറയുന്ന മാതിരി എ ടോൾ തിൻ പേഴ്സൺ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ടൂത്ത് പിക്ക് നമുക്കറിയാം. പിക്ക് കൺസിസ്റ്റിംഗ് ഓഫ് എ സ്മോൾ സ്ട്രിപ്പ് ഓഫ് വുഡ് ഓർ പ്ലാസ്റ്റിക് യൂസ് ടു പിക്ക് ഫുഡ് ഫ്രം ബിറ്റ്വീൻ ദ ടീത്ത്. പല്ലിന്റെ അടുക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എടുക്കുന്ന നമുക്ക് കാണാതെ നമുക്കറിയാം. ബെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇവിടെ അർത്ഥം എ റഫ് അൺമാനർലി പേഴ്സൺ എന്നാണ്. വളരെ പരുഷമായ, വളരെ റൂഡായിട്ട്, വളരെ മോശം അതിൽ പെരുമാറുന്ന, പരുക്കനായി പെരുമാറുന്ന ഒരാളാണ് ആര്? ബെയർ, കരടി എന്നല്ല ഇവിടെ അർത്ഥം. സി ദിസ് ഇസ് മാർത്ത സലീനാസ് വെരി സ്ലിം ലീൻ, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ദിസ് ഇസ് ടൂത്ത് പിക്ക്, പല്ല് കുത്തി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ദിസ് ഈസ് സ്ട്രിംഗ് ബീൻസ്. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് റൈറ്റ്? യെസ്, വിളിച്ചു പറഞ്ഞോളെ. They couldn't participate in sports at school. Why? Because there were registration fees. എന്തുകൊണ്ടാണ് സ്കൂൾ സ്പോർട്സ് പങ്കെടുക്കാൻ കഴിയാവുന്നത്? രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു, യൂണിഫോം കോസ്റ്റ് ഉണ്ടായിരുന്നു, ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ, ടൗണിന് പുറത്തേക്ക് പോകാനും പൈസ വേണ്ടിയിരുന്നു, അറിയാലോ. ആൻഡ് ഹൗ ആർ ദർ ഫാമിലി മെമ്പേഴ്സ്, എങ്ങനെയാ കുടുംബത്തിലെ ആളുകൾ എങ്ങനെയായിരുന്നു? They were quite agile, നല്ല ചുറുക്കുള്ള ആളുകളാണ്, അത്ലറ്റിക് ആണ്, കായികക്ഷമതയുള്ള ആളുകളാണ്. പക്ഷേ there never be a sports jacket for us. ഇങ്ങോട്ടുള്ള 3 കാര്യത്തിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? സ്പോർട്സ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല, അതറിയാലോ. സോ they have only one expectation, that is one hope. What's that? This scholarship jacket. അതിന് പൈസ ആവശ്യമില്ല, ഹാർഡ് വർക്കും നമ്മുടെ ഡിറ്റർമിനേഷനും സെൽഫ് എസ്റ്റീം ഒക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടും. സെൽഫ് എസ്റ്റീം ഉള്ള ഒരു കുട്ടി നന്നായി പഠിക്കുക, നന്നായി ഹോംവർക്ക് ഒക്കെ ചെയ്യും, എല്ലാ കാര്യത്തിലും ഒരാളെ സെൽഫ് എസ്റ്റീം കൊണ്ട് നമ്മൾ പറയാറില്ല. അത് മാത്രമേ അവർക്ക് ഒരവസരമായിട്ടുള്ളൂ. Now what's the time then? In May. What was special with that time? That is close to graduation. എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് തീർന്നു പോവാണ്, ആ സമയമാണ്. Then what happened to them? Spring fever had struck as usual with vengeance. വളരെ ശക്തിയോട് തീവ്രമായി അവരെ സ്പ്രിംഗ് ഫീവർ ബാധിച്ചു. സ്പ്രിംഗ് ഫീവർ നമ്മൾ പറഞ്ഞു അവര് വല്ലാത്തൊരു അസ്വസ്ഥത എന്ത് ചെയ്തു? ബാധിച്ചു, അതറിയാലോ. No one paid any attention in the class. Then what did they do? Then അവരപ്പം എന്താ ചെയ്തത്? No one paid any attention in the class. ആരും ക്ലാസ് ശ്രദ്ധിച്ചില്ല, അറിയാലോ. Then what they do? They instead, പകരം അറിയാലോ, they stared out of the windows and at each other. Stare അറിയാലോ, look with wide open eyes ആണ്. തുറച്ചു നോക്കുക, കണ്ണുങ്ങൾ തള്ളി നോക്കുന്നത്, കണ്ണു വലുതാക്കി നോക്കുന്നതിനാണ് സ്റ്റെയർ എന്ന് പറയാം. പുറത്തേക്ക് നോക്കി തമ്മിലൊക്കെ നോക്കി, അതറിയാലോ. Wanting to speed up the last few weeks of school. കൊണ്ട് അവസാനത്തെ ആഴ്ചകൾ കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന രീതിയിൽ ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. Then what despaired her that when she looked in the mirror she despaired, or that made her desperate. Looking into the mirror made her desperate. എന്തുകൊണ്ടാണ് വളരെ നിരാശ തോന്നിപ്പിച്ചത്? She was pencil thin. കണ്ണാടി നോക്കുമ്പോഴൊക്കെ അവർക്ക് നിരാശ തോന്നിയെന്നാണ് കേട്ടോ. Right? Why did she despair? Because when she looked into the mirror she saw her own figure and appearance. അത് അവർ കണ്ടപ്പോൾ എങ്ങനെയാണത്?
പെൻസിൽ തിന്നാണ്, പെൻസിൽ പോലെ മെലിഞ്ഞിട്ടാണ്. നോട്ട് എ കർവ് എനിവേർ, ശരീരത്തിൽ എവിടെ ഒരു വടിവുണ്ടായിരുന്നില്ല. നമുക്കറിയാം പിന്നെ വളരുന്ന പ്രായത്തിലാകുമ്പോൾ നമുക്ക് അതിലൊക്കെ വലിയ ഒരു ആശങ്കയൊക്കെ ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ആളുകളോട് നമ്മൾ പറയുന്നു. ഒരു പെൺകുട്ടിയാണെങ്കിൽ അമ്മയോട് പറയുന്നു. എനിക്ക് പരിഹാരങ്ങളാണ്, ബജാറാനുള്ള കാര്യമൊന്നുമില്ല, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് ഗ്രോത്തിലെങ്കിലും വിഷയമല്ല, എനിക്കൊന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് അവരെ പ്രകൃതമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ ആയിരിക്കും, റെഡി അല്ലേ? ഐ വാസ് കോൾഡ്, വാട്ട് വാസ് ഷീ കോൾഡ്, ബീൻ പോൾ എന്ന് വിളിക്കല്, സ്പ്രിംഗ് ബീൻ എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് ഐ ന്യൂ ദാറ്റ് വാട്ട് ഐ ലുക്ക് ലൈക്ക്, അങ്ങനെ തന്നെയാണെന്ന് അറിയായിരുന്നു. അതൊക്കെ ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. That really wasn't much for a 14-year-old to work with. ശ്രദ്ധിക്കണേ, എന്താ അതിന്റെ അർത്ഥം? എന്താ? That really wasn't much for 13-year-old work with. അത് യഥാർത്ഥത്തില് 14 വയസ്സുകാരിക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് എന്നതിന്റെ അർത്ഥം. ശ്രദ്ധിക്കണേ, that really wasn't much for 14-year-old to work with. അതായത് പിന്നെ ഒരു 14 വയസ്സുകാരിക്ക് ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് ആലോചിച്ചുള്ളത്. ഐ തോട്ട്, അത് ചേർത്തിട്ടാ പറഞ്ഞ്, ആലോചിച്ചുകൊണ്ട്. ആസ് ഐ ആബ്സെന്റഡ്ലി, ആലോചിച്ച് എപ്പോഴാണ്? ആസ് ആബ്സെന്റ് മൈൻഡഡ്ലി വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ജിം, ഹിസ്റ്ററി ക്ലാസ് നിന്ന് ജിമ്മിലേക്ക് പോകുമ്പോൾ അതിങ്ങനെ ആലോചിച്ചു. റെഡി അല്ലേ? Another hour of sitting in basketball and displaying my toothpick legs was coming up. ഇനി ഒരു മണിക്കൂർ സ്വെറ്റിംഗ് വിയർക്കലെന്ന് അറിയാലോ, പിന്നെ അവളുടെ പല്ലുകുത്തിപ്പോളെ കാലുകളൊക്കെ കാണിക്കുന്ന ഒരു അവസരമാണ് ഇനി വരുന്നത്. റെഡി അല്ലേ? And then I remembered my PE shorts were still in a bag under my desk where I had forgotten. അപ്പോഴാണ് ഓർമ്മ വന്നത്. What did he remember then? She hadn't taken her PE short. PE short എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോഴാണ് എന്ത് ചെയ്ത് ഓർമ്മ വന്നത്. Where was it? അത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ എ ബാഗ് അണ്ടർ ഹെർ ഡെസ്ക്. അത് ക്ലാസ്സിൽ ഡെസ്കിന്റെ താഴെയുള്ള ബാഗിലാണ് അപ്പോഴാണ് ഓർമ്മ വന്നത്. ആൻഡ് ദെൻ സോ ഷീ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക് ആൻഡ് ഗെറ്റ് അപ്പ്. പോയി തിരിച്ചു പോയിട്ട് എടുത്തുകൊണ്ട്. കാരണം എന്താ? കോച്ച് തോംസൺ വാസ് എ റിയൽ ബെയർ. എന്താണ് ഒരു പ്രത്യേകത? എന്താണ്? കോച്ച് തോംസൺ അവര് പിന്നെ വളരെ പഠിക്കൻ പ്രകൃതക്കാരിയാണ്. അവര് കോച്ച് തോംസൺ പഠിക്കൻ പ്രകൃതക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഇഫ് സമൺ വാസ് ഇൻ ഡ്രസ് ഫോർ പിപിക്ക് ഡ്രസ് ഇടാതെ വന്നാല് അവർക്ക് ഭയങ്കര ഏതാണ് ആ ഒരു പരുഷ സ്വഭാവത്തിലെ പെരുമാറുക. ഷീ എന്ന് പറഞ്ഞാൽ തോംസൺ ആണ് കേട്ടോ. കോച്ച് തോംസൺ ഹാഡ് സെഡ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈ ടു ടോക്ക് ഗ്രാൻഡ്മ ഇൻടു ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്. അതായത് പിന്നെ വല്യമ്മനോട് ഇവള് നല്ലൊരു ഫോർവേഡാണെന്നും അവളെ പിന്നെ ടീമിൽ ചേരാൻ അനുവദിക്കണം എന്ന് ചെയ്തിട്ടുണ്ട്. ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ. എന്താ ഗ്രാൻഡ്മ പറഞ്ഞത്? നോ എന്ന് പറഞ്ഞു. ഇപ്പൊ സാമ്പത്തിക വ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയൊക്കെ അതിൽ വന്നിട്ടോ. അത് ക്ലിയർ ആണല്ലോ. ഓക്കെ ഡിയേഴ്സ്, നൗ ലെറ്റ് us see മെയിൻ ഐഡിയാസ്. വളരെ ചുരുക്കിയ കാര്യങ്ങൾ ഫുള്ളുണ്ട്. ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആണ്. The Scholarship Jacket is a short story by Martha Salinas. In the story, the narrator speaks about the obstacles she had to encounter to make her dream of getting Scholarship Jacket come true. And the theme on it was given to the student who maintains the highest grades for 8 years. The story conveys the message that there are many things that cannot be bought. നമുക്ക് അവസാനം വരുമ്പോൾ ആശയം ഒരു മെസ്സേജ് ആണ്. അത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. മാർത്ത ഇൻട്രൊഡക്ഷൻ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്, അതുകൊണ്ട് അതിൽ കൊള്ളിച്ചതാണ്. മാർത്ത 14-year-old Mexican girl was 8th grade student in the small Texas school. She was from a poor family. She was pencil thin and was called Bean Paul and String Bean. Even though their family was quite agile and athletic, there would never be a school sports jacket for them because they couldn't afford registration fees, uniform course and trips out of town. The scholarship jacket which was awarded to the class valedictorian was their only chance. Her oldest sister Rosie had won their jacket a few years back. Martha too hoped intensely to get it because she was in 8th standard and maintained an A+ average during her 8 years of schooling. മനസ്സിലായിട്ടുണ്ടോ? ഇവരുള്ള കാര്യങ്ങളൊക്കെ അതിൽ വന്നു. അവസാനം വന്ന ഭാഗം അത് ഒരു സെറ്റിംഗ് ആണ്. അവൾ മറന്ന കാര്യങ്ങളൊക്കെ അടുത്ത ഭാഗം ചേർത്തിട്ട് നമുക്കത് ഉൾക്കൊള്ളിച്ചെഴുതാൻ പറ്റും. ഓക്കെ ഡിയർ,
Now see the discourse. Martha has maintained a grade in her 8th grade too. 10th ക്ലാസ്സിലെ a grade കിട്ടി. അത് വളരെ എന്തായി ഹാപ്പി ആയിട്ടുണ്ടാവും. ഇപ്പോൾ കിട്ടുന്നുള്ള സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നുള്ള അവസ്ഥ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, ഒരു സുഹൃത്തിന് കത്ത് എഴുതാണ്. എങ്ങനെ ആയിരിക്കും കത്ത് എന്നാണ് നമുക്കറിയാം. കത്തിന് ഫ്രണ്ട്ലിയിലൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്തും കിട്ടിയതുമാണ്, കുറേ നമ്മൾ എഴുതിയതുമാണ്, ഒരുപാട് എഴുതിയിട്ടുണ്ട് നമ്മൾ ഇക്കൊല്ലം തന്നെ, നമുക്കറിയാം. അതുകൊണ്ട് സ്വന്തം എഴുതണം. ഇത് നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയതിന് ശേഷം നോക്കാം, നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ. യു ക്യാൻ സീ സെൻഡേഴ്സ് അഡ്രസ് ഹിയർ വിത്ത് ഡേറ്റ്, salutation is there, and introduction or opening is there. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. hope you are enjoying your class is there. I am doing the same here. Now I am at grandpa's house. By the way, this year is very particular for me. Do you know this year my long cherished dream will come true? അങ്ങനെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ കൊടുത്തു. എന്നിട്ട് ആ കാര്യം കൃത്യമായിട്ട് നമ്മൾ വിവരിച്ചു. എല്ലാ കാര്യത്തിലും നോക്കണേ. 10th ക്ലാസ്സിലാണ്. Small Texas school that I go to has a tradition that a beautiful gold and green jacket is awarded to the class valedictorian, the student who had maintained the highest grades for 8 years every year. ഒക്കെ നമുക്ക് അറിയുന്നതാണ്. പിന്നെ dear, this year I am going to get it. വളരെ സ്നേഹത്തിൽ വിളിച്ച് പറയാണ്. I am 14 and in the 8th grade. എന്തുകൊണ്ടാണ് കിട്ടുന്ന ഉറപ്പുള്ളതാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. I have been a straight A student since 1st grade. You know that. How long have I been waiting for this occasion? ഒരു ആഗ്രഹമാണ് പറയുന്നത്. അവർ വല്ലാത്തൊരു ആവേശമാണ്. Have been cherishing this dream for 8 years. Don't remember my older sister Rosie has won the jacket a few years back. Unfortunately, I could never participate in sports because I could not afford registration fees, uniform costs, and trips out of town. Thank God I am very happy to get that courteous jacket. I invite you in advance to come here on graduation night. Convey my regards to all at home. Looking forward to hearing you soon. Yours lovingly. അത് കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നല്ല ഇൻട്രഡക്ഷൻ ഉണ്ട്, ബോഡി കൃത്യമായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ശേഷം ഒരു കൺക്ലൂഷൻ ഉണ്ട്, അതിലവിടെ നിന്ന് ക്ഷണിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആ അന്വേഷണമൊക്കെ അറിയിച്ചു. ഇങ്ങനെ ഒരു ക്ലോസിംഗ് റിമാർക്ക് പറഞ്ഞു. പിന്നെ എൻഡോഴ്സ്മെന്റ് അറിയാലോ, യുവേഴ്സ് ലവിംഗ്ലി. ഒപ്പും കാര്യപ്പെട്ട ഒന്ന് വായിച്ചു നോക്കില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നു, വായിച്ചു നോക്കണേ. Okay, yes. Next one is a simple, very easy task, right? To prepare a profile using these hints. Very simple. You can write it yourself, right? Write it yourself. അത് പ്രാണ്ടോട്ടൊക്കെ തന്നെ ചെയ്യണം. ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നോക്കുകയും ചെയ്യരുത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് we can see the sample, right? Yes. Hint born ഉണ്ട്, place of birth ഉണ്ട്, nationality ഉണ്ട്, known as ഉണ്ട്, എവിടെ എന്താണ് അവരുടെ വിദ്യാഭ്യാസം ഉണ്ട്, അവരുടെ വർക്കുകളെ കുറിച്ചുണ്ട്. Okay, yes. Now after writing you may compare with this one. Martha Salinas, an American short story writer, was born in 1949 in California. She received a degree in creative writing from the University of California at Irvine. She published several short stories in journals and collections. Famous short story, The Scholarship Jacket, is one of them. Okay, dears. Now you can try this. Imagine that Martha thinks of the scholarship jacket which she is looking forward to winning that year. Write her diary entry on the day. അവരത് ചിന്തിക്കുന്ന ആ ദിവസത്തെ ഡയറി എന്തായിരിക്കും, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം ഉണ്ടാവും. അത് കാണിക്കുന്ന ഡയറിയാണ്. Coach Thompson told Martha's grandma that she was good forward and asked her to let her join the team once. ഒരിക്കലും ഇവരോട് ചേരാൻ വേണ്ടിയിട്ട് മിസ് തോംസൺ പറഞ്ഞിട്ട് നമുക്കതറിയാം. റെഡി അല്ലേ? അപ്പോൾ അത് ഗ്രാൻഡിനോട് പറയുമ്പോൾ ഗ്രാൻഡിനും തോംസണും തമ്മിലുള്ള എന്തെങ്ങനെ കോൺവെർസേഷൻ എങ്ങനെ ആയിരിക്കും? റെഡി അല്ലേ? കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് എഴുതാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ. നൗ ഡിയേഴ്സ്, I hope you have learned what we have discussed. Thank you for watching. If you haven't subscribed, please subscribe. Meet you again. Till then, goodbye.